ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ മൂഴി റോഡിൽ നിന്ന് നേരെ നമ്മുടെ പശുക്കടവിലേക്കാണ്. പശുക്കടവിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. അതുപോലെ തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെയൊക്കെ. നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഒരാവശ്യത്തിനാണ്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ അടിപൊളി പുഴയുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കല്ലൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. എനിക്കും മോക്കെല്ലാം ഒത്തിരി ഇഷ്ടമായി. ആളാണെങ്കിൽ ഫുള്ള് വെള്ളത്തിൽ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. കുറേ സമയം റിലാക്സ് ചെയ്തിരിക്കാനും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ വേനലായതുകൊണ്ട് ഇവിടെ വെള്ളമൊക്കെ കുറവാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ മഴക്കാലം ആകുമ്പോൾ ഉരുൾപൊട്ടലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണ് ഇവിടെയൊക്കെ. അപ്പം അവിടെ നിന്ന് കുറേ പേര് അലക്കാനും കുളിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. ചെറിയ മക്കളൊക്കെ നീന്തുന്നുണ്ട്. അപ്പം ഞങ്ങളതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇതൊക്കെയായിരുന്നു ഞങ്ങളെ പരിപാടി. അവസാനം ഞങ്ങൾ വരുമ്പോഴേക്കും അവളെ ഡ്രസ്സൊക്കെ അയക്കേണ്ട ഒരു ഭാഗമായിരുന്നു. ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വൈകുന്നേരമൊക്കെ നമുക്കിവിടെയൊക്കെ വന്നിരിക്കാം. ഇവിടെയുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയാണ്. കാരണം മീനൊക്കെ പിടിക്കാം, വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്നിരിക്കാം. എന്താ പറയുക, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ മീനിനെയൊക്കെ കുപ്പിയിൽ കയറ്റാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. ഈ ഒരു വെള്ളം കാണാനുണ്ടോ, നല്ല നീല കളറിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ പോയി ബീഫും പൊറാട്ടയും കഴിച്ചു. പിന്നെ അത് നല്ല ചൂട് ചായയും കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബായ്.